പ്രേതവിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ എന്നൊക്കെ ചോദിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാം. അതിന് കമൻറ്റുകൾ പാസ്സാക്കിയിട്ട് കാര്യമില്ല. മറ്റൊന്ന്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ഇല്ലെങ്കിൽ സ്വയം ചിന്തിച്ച് അതിനൊരു പരിഹാരം കാണാതെ വരുമ്പോൾ ധാർമ്മികമായി തോന്നുന്ന ചില നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതാണ് കമൻറ്റുകളായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കാണാൻ പറ്റാതെ കഠിനാധ്വാനം ചെയ്യാതെ അലസനായി ജീവിച്ച് അലസതയോടുകൂടി ജീവിച്ച് തനിക്ക് ദൈവവുമില്ല, ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുമില്ല, ഒരു ജോലിയും ചെയ്യാതെ തനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? മറ്റുള്ളവനെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും ഒക്കെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ നിസ്സഹായനായി ഇത്തിരി പുകയൊക്കെ എടുത്ത് ഇല്ലെങ്കിൽ കള്ളൊക്കെ കുടിച്ച് വേറൊരവസ്ഥയിലായി ജീവിതത്തിൽ ഒരുതരം വിരവിപ്പും മരവിപ്പും ഒക്കെ ബാധിച്ച് സൃഷ്ടിച്ച മാതാപിതാക്കളോടും ഒപ്പം ജനിച്ചവരോടൊക്കെ വിരസത തോന്നി, വിരക്തി തോന്നി, മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഇല്ലെങ്കിൽ എല്ലാവരോടും നീരസമുണ്ടായി തനിക്ക് മാത്രം ജീവിക്കാൻ പറ്റുന്നില്ല എന്നും തനിക്ക് ചുറ്റുമുള്ളവരൊക്കെ അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത ചില കപട ബുദ്ധിജീവികൾ ചില കമൻറ്റുകൾ പാസ്സാക്കുന്നതിൽ കേട്ട് നമുക്ക് മനപ്രയാസം ഉണ്ടാകില്ല എന്നും നീരസം ഉണ്ടാകില്ലെന്നും ഇതൊന്നും കേട്ട് തളരുകയില്ല എന്നും ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ സംസാരിക്കുമെന്നും നിങ്ങൾക്കതിലേത് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റുമുള്ളതും നമ്മൾ കാണുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതും അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഒക്കെ തന്നെ ഒരു സംഭവം ആയിട്ട് അവതരിപ്പിക്കുകയാണ് ഈ നമ്മളിവിടെ ചെയ്യുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്തെങ്കിലും കമൻറ്റുകളൊക്കെ എഴുതി അല്ലെങ്കിൽ ഫോൺ ചെയ്ത് കുറേ തെറിയൊക്കെ പറഞ്ഞ് ആത്മസംതൃപ്തി നേടുന്നവരോർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇത് പറയാൻ വന്നത് പ്രേതാനുഭവങ്ങൾ ഒരുപാട് പേരെന്നെ പറയാറുണ്ട്. സ്വാമി ഇത് സംഭവിച്ചത് ശരിയാണ്, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇതൊക്കെ അതിനൊന്നും ഒരു വ്യക്തമായ മറുപടി ഞാൻ പറയില്ല. കാരണം നേരിട്ട് ബോധ്യപ്പെടാത്തതൊന്നും തന്നെ അത് മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ അതിനെ ഞാൻ അതിൻ്റെ വഴിക്ക് വിടാറാണ് പതിവ്. ചില അത്ഭുതപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടെന്ന് തോന്നിയാൽ, എനിക്കവിടെ പോകണമെന്ന് തോന്നിയാൽ ഞാൻ സമയം നിശ്ചയിച്ച് അവിടെ പോകാറുമുണ്ട്. പലതും നമുക്ക് കണ്ടെത്താൻ കഴിയാറില്ല, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ സംഭവത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു കഥകളൊക്കെയുണ്ട്. ആ കഥകളെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിടും. പക്ഷേ അതിൻ്റെ ഒരു സൂചനയെങ്കിലും കിട്ടിയാൽ ആ സൂചന വെച്ച് എന്താണ് അവിടെ സംഭവിച്ചിരുന്നത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. ഞാനിത് പറയാൻ വന്നതിൻ്റെ ഒരു കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ചെങ്ങന്നൂരിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ സന്ധ്യസമയത്ത് എത്തപ്പെടുന്നു. കഥാപാത്രം ഞാനായി മാറിക്കൊണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ DNA പ്രേക്ഷകർക്ക് അതെന്താണ് കഥയെന്ന് മനസ്സിലാകാൻ, എന്താണ് സംഭവമെന്ന് മനസ്സിലാകാൻ വേണ്ടിയതാണ്. അങ്ങനെ ഒരു സന്ധ്യാസമയത്ത് അധികം ആൾത്തിരക്കൊന്നുമില്ലാത്ത റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തപ്പെടുന്നു. താടിയും മുടിയൊക്കെ വളർത്തി പിന്നെ ജീവിതത്തിൻ്റെ ഒരു ദുരന്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നമ്മൾ. എന്നാൽ ജീവിതത്തിൽ നല്ലവണ്ണം ജീവിക്കുകയും ജീവിതത്തിൻ്റെ അടിത്തറ ഇളകിപ്പോവുകയും വിധി കൊണ്ട് അലഞ്ഞു നടക്കാൻ വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ എന്നെ അങ്ങോട്ട് സങ്കല്പിക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മളെ DNA പ്രേക്ഷകർ അങ്ങനെ സങ്കല്പിക്കുക. അങ്ങനെ ഞാൻ തോളത്തൊരു സഞ്ചിയൊക്കെ തൂക്കി ഭ്രാന്തനെപ്പോയുടെ തലമുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ആരാൽ ശ്രദ്ധിക്കപ്പെടാതെ കണ്ടാൽ ഏതോ ഒരു ഭ്രാന്തനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഒരു സന്ധ്യയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തപ്പെടുന്നു. അപ്പോൾ രാത്രി നമുക്ക് ലക്ഷ്യബോധമില്ലാതെ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ട്രെയിനിൽ കയറി വരിക, നമുക്ക് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലൊക്കെ കയറി യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിനിടെ ട്രെയിൻ വരുമ്പോഴൊക്കെ നമ്മൾ അടുത്തേക്ക് ചെന്നാൽ തിരക്ക് കാരണം അങ്ങോട്ട് കയറാൻ പറ്റാതെ വരിക. പിന്നെ ആരും കാത്തിരിക്കാനില്ലാത്തൊരു കാലമായതുകൊണ്ട്, ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. സുഖമാണോ സ്വാമി എന്ന് ചോദിക്കാത്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിക്കാനില്ലാത്ത കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടം എല്ലാ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. വിധി കൊണ്ട് ചില ഇത്തരം വിഷയങ്ങൾ വന്നു ചേരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തപ്പെടുന്ന ഒരാൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, ആ കഥാപാത്രം ഞാനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നും വലിയ ആൾത്തിരക്കില്ലാത്ത ഒരു സ്റ്റേഷൻ, തീവണ്ടി സൂപ്പർ ഫാസ്റ്റുകൾ നിൽക്കാത്ത ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് സങ്കല്പിക്കുക. അവിടെ ഒഴിഞ്ഞ പഴയ ബെഞ്ചുകളിൽ നമ്മൾ അഭയം തേടുക. രാത്രി സന്ധ്യ കഴിയുമ്പോൾ എത്തുന്ന കൊതുകുകളും നായ്ക്കളും മാത്രം കാവൽ നിൽക്കുന്ന അടുത്ത ഏതോ ലേറ്റായി വരുന്ന ട്രെയിനുകളുണ്ടെങ്കിൽ അതിൽ കയറിപ്പോകാനും ആളൊഴിഞ്ഞ റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കാനും ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത
ലോകത്തൊരു മനുഷ്യനും അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരാൾക്കും ഒരു ദുരന്തങ്ങളിലോ കടന്നു പോകാൻ കഴിയാതിരിക്കട്ടെ. അത്തരത്തിലുള്ളൊരവസ്ഥ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാതെ ദൈവത്തിനോട് നമ്മൾ ചോദിക്കുന്നൊരു കാലമുണ്ട്, ദൈവമേ എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? എനിക്ക് ഇന്നലകളിൽ ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, എനിക്ക് ചുറ്റും സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ആരുമില്ല. എൻ്റെ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ മാതാപിതാക്കൾ ഇല്ല ഉണ്ടോ ഇല്ല ഒക്കെ ചെയ്യാം, കൂട്ടുക ഒപ്പിച്ച് ജീവിച്ചവരുണ്ടായിരുന്നു, ബന്ധുത്വം പറയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരുമില്ല. ഞാൻ ഏകാന്ത പഥികനെ പോലെ ഞാനിങ്ങനെ യാത്ര ലക്ഷ്യബോധമില്ലാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, മരിച്ച മണ്ണടിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വീണ് പോയാൽ പോലും ഒരു അനാഥ പ്രേതമായി ഏതെങ്കിലും ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറികളിലേക്ക് അനാഥ പ്രേതം എന്ന് എഴുതി ഏതെങ്കിലും ശ്മശാനങ്ങളിൽ ലയിച്ചു തരാൻ പാകത്തിൽ ചെന്ന് ചേരുന്ന ഒരവസ്ഥയിലുള്ള ഒരാളെ നിങ്ങൾ അങ്ങോട്ട് സങ്കല്പിക്കുക. എൻ്റെ ഒരു കാലഘട്ടമാണ്, എൻ്റെ ഒരു കപടസന്യാസി ഒരു ആത്മകഥ വായിച്ചാൽ ഞാൻ ഇത്തരം വഴികളിലൂടെ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലതായിട്ട് ബോധ്യപ്പെടും. അങ്ങനെ ഒരു സന്ധ്യയിൽ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ദുഃഖങ്ങളിൽ എനിക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന, ആത്മബന്ധമുണ്ടായിരുന്ന ആരെങ്കിലും കുറിച്ച് ഓർക്കാം. അത് ഓർക്കുമ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളിൽ കണ്ണീര് വരും. ഞാൻ പറഞ്ഞില്ലേ, മുറിഞ്ഞാൽ ചോരയും കരഞ്ഞാൽ കണ്ണീരും ഉണ്ടാകുന്നൊരു കാലം. അത് ഒരു കാലമല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ കരയാൻ കഴിയാതിരിക്കുന്നതാണ്, കരഞ്ഞ് തീർക്കുന്നത് നല്ലതാണ്. ഒരു പണിക്ക് നമുക്ക് ദുഃഖങ്ങൾ താങ്ങാതെ വരുമ്പോൾ, ഇന്നിപ്പോൾ എന്നെ വിളിക്കുന്ന പലരും, നിത്യം വിളിക്കുന്ന ഒരുപാട് പേര്, നിത്യം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ താങ്ങാൻ പറ്റാതെ, സംഘർഷങ്ങൾ താങ്ങാൻ പറ്റാതെ, സഹനശക്തിയില്ലാതെ, താങ്ങാൻ പറ്റാത്ത ദുരിതങ്ങളിലൂടെ ഉടഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യരുടെ അവസ്ഥ. അവർ കരഞ്ഞ് ഇന്നലെ രാത്രി 3 മണിക്ക് ഒരു സ്ത്രീ എന്നെ വിളിക്കുന്നു, സ്വാമി ഞാനൊന്ന് വിളിച്ചോട്ടെ, എനിക്ക് മനസ്സിലായി വിദേശത്തെ കോളാണെന്ന്. അവരുടെ ഏറ്റവും ഭീകരമായ പ്രശ്നം, അവരുടെ അവരുടെ മകൾ പ്രസവിച്ച് കിടക്കുകയാണ്. ആ കുഞ്ഞിന് ഒരു 3 മാസം പോലും ആയിട്ടില്ല. പക്ഷേ അവരുടെ 60 വയസ്സുള്ള ഭർത്താവ് മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആലോചിച്ച് നോക്കൂ, തൻ്റെ കൊച്ചുമകനെ പോലും കാണാൻ പോകാതെ. ഞാൻ പറഞ്ഞു മകളെ വിളിക്കാൻ പറയും. ആ മകളിൽ തന്നെ രാവിലെ വിളിച്ചിരുന്നു. ആ കുഞ്ഞിനെ പോലും, പ്രസവിച്ച് കിടക്കുന്ന മകളുടെ കുഞ്ഞിനെ പോലും കാണാതെ, ഭൗതികമായിട്ടുള്ള ഭ്രമങ്ങളിൽ മതാലസമായ ശരീരത്തിൻ്റെ ഭ്രാന്തമായ ആവേശം തേടി പോകുന്ന മനുഷ്യർ. 60-62 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. മറ്റേ സ്ത്രീ പൊട്ടിക്കരയുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ വിദേശത്ത് നല്ലൊരു ജോലി ചെയ്യുകയാണ്. അവർ ഈ കുടുംബം പോറ്റാനായിട്ട്, ഇല്ലെങ്കിൽ മക്കളെ പോറ്റാനായിട്ട് അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് മറ്റു സ്ത്രീയായിട്ട് സൗഹൃദം, ആഭിചാരം. എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല സ്വാമി, എൻ്റെ ഭർത്താവ് വല്ല ആഭിചാരത്തിൽപ്പെട്ട് അങ്ങനെ ആയതാണോ? അങ്ങനെ ആഭിചാരത്തിൽപ്പെട്ട് ഭർത്താക്കന്മാർ പോകുന്ന ഒരു 3-4 കോള് ഇന്നലെ ഇന്നുമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഏത് ആഭിചാരത്തിനും നമ്മൾ അടിമപ്പെട്ടാൽ പോലും നമുക്ക് ചുറ്റും ഭാര്യയുണ്ട്, മക്കളുണ്ട്. നോക്കൂ, കുഞ്ഞു മക്കളെ. ഇന്ന് ആ മകൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. സ്വാമി ഞാൻ പ്രസവിച്ച് കിടക്കുകയാണ്, അമ്മ ഇന്നലെ എന്നെ വിളിക്കാൻ പറഞ്ഞു, സ്വാമിയെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് വിധിയാണ്, ആ വിധി നമ്മൾ അനുഭവിച്ചേ പറ്റൂ, ഇതിനൊന്നും പരിഹാരങ്ങളില്ല. അപ്പം ഇല്ലെങ്കിൽ മറ്റേ സ്ത്രീ മനസ്സിലാക്കണം, ഏതാണ് ഈ മറ്റൊരാളുടെ ഭാര്യയായിരുന്ന, അല്ലെങ്കിൽ മറ്റേ വിവാഹബന്ധം വേർപെടുത്തി നിൽക്കുന്ന, അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഭർത്താവ് അയാൾക്കിപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ശരീരമെല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ്. ഈ സൗന്ദര്യങ്ങളെല്ലാം തന്നെ, ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ധർമ്മേന്ദ്രയും ഹേമമാലിനി ഹിന്ദി സിനിമയിലല്ല, ലോക സിനിമയിലെ അതിസുന്ദരിയായ മുഖവും കണ്ണുകളുമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ വാർദ്ധക്യകരമായ അവസ്ഥ, കമലഹാസൻ, ഇവരുടെയൊക്കെ വാർദ്ധക്യമായ അവസ്ഥ, അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര. മലയാളത്തിലാണെങ്കിൽ പോലും ഈ എത്രയും സൗന്ദര്യമായി ജീവിച്ചവർക്ക് തന്നെ ആ കാലഘട്ടം കഴിയുമ്പോൾ, ഞാൻ പൂക്കളുടെ കാര്യം പറയുന്ന പോലെ ഇല്ലേ, ഒരു പൂ ഉണ്ടായി വിരിഞ്ഞ് അതിൻ്റെ സുഗന്ധമുണ്ടാകുന്ന കാലം, ആ സുഗന്ധത്തിൻ്റെ കാലം കഴിയുമ്പോൾ അത് ഇതൾ വിടർന്നൊന്നുമല്ലാതായി നിലത്ത് വീഴുന്നു എന്ന് പറയുന്ന പോലുള്ള ജീവിതം നിലത്ത് വീഴുന്ന ഒരവസ്ഥയുണ്ട്. അത് തിരിച്ചറിയാതെ ഭാര്യയും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഭൗതികമായ ഭ്രമത്തിലൂടെ ഇത്തരം മതാലസകളായ സ്ത്രീകളെ, കാമം അടക്കാൻ സഹിക്കാൻ കഴിയാത്ത ഭർത്താവും പല കാമുകന്മാരുണ്ടായിട്ടും സഹിക്കാൻ കഴിയാത്ത, താൽക്കാലികമായി മറ്റുള്ള ഭർത്താവിനെ കടമെടുക്കുന്ന സ്ത്രീകളെ, നിങ്ങൾക്ക് എന്താണ് ഈ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്? ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇതിൻ്റെയൊക്കെ ശിക്ഷ എന്തെല്ലാം വിധത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളതുള്ളൂ. അങ്ങനെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് ഒരാൾ നടന്നു വരുന്നു. നല്ലപോലെ കൊതുകടിക്കുന്നുണ്ട്. ഒരു പേപ്പർ കിട്ടിയെങ്കിൽ കാലിൽ ചുറ്റിക്കെട്ടി കടിയില്ലാതെ ജീവിക്കാം. പക്ഷേ ഇട്ട വസ്ത്രത്തിനകത്തുകൂടെ തന്നെ നല്ല മൂർച്ചയുള്ള ചുണ്ടുകൾ കൊണ്ട് നീ എന്തിനാണ് മനുഷ്യ ജീവിക്കുന്നത്? നിനക്ക് മറ്റെവിടെങ്കിലും പോയി ഇരുന്നൂടെ? നിൻ്റെ ചോര ഞാൻ കുടിക്കുകയാണ്, നിൻ്റെ ചോര എനിക്ക് കുടിച്ച് എനിക്ക് വിശപ്പടക്കാം. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? നമ്മളെ കൊണ്ട് നാട്ടിനും പ്രയോജനമില്ല, വീട്ടുകാർക്കും പ്രയോജനമില്ല, ഇന്നലെ കൊണ്ടുവന്ന ബന്ധുക്കൾക്കും പ്രയോജനമില്ല. ഒരു കൊതുകിന് ഇത്തിരി നേരത്തെ ചോര കൊടുത്താൽ കൊതുകിന് വിശപ്പടക്കാൻ കഴിയുമെങ്കിൽ
ആ വേദന നമുക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ പോലും ആ വേദന നമ്മൾ സഹിക്കുമ്പോൾ കൊതുകിന് ആത്മസംതൃപ്തി കിട്ടണമെങ്കിൽ അതെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ആ വേദന സഹിച്ച് ഈ ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് കടന്നു വീഴുമ്പോൾ കിട്ടുന്ന ആ ഒരു വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകുമല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് ആ വേദന സഹിച്ചിരിക്കുമ്പോഴാണ് ദൂരത്തുനിന്നൊരാൾ നടന്നു വരുന്നു. ആ നടന്നു വരുന്ന ആൾ ഒറ്റ നോട്ടത്തിലൊരു ഭ്രാന്തനായിട്ട് തോന്നും. തോളിലൊരു ഭാണ്ഡക്കെട്ടുണ്ട്, നല്ല മുടി ഇങ്ങനെ വളർത്തിയിട്ടിട്ടുണ്ട്. അത് കുളിച്ചിട്ട് എത്രയോ ദിവസങ്ങളായതാണ്, മുഷിഞ്ഞ വസ്ത്രമാണെന്നറിയാം. അദ്ദേഹം നടന്ന് ഞാനിരിക്കുന്ന ആ ഒടിഞ്ഞ ആ ചെയറിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനാണ്, ആ സ്റ്റേഷൻ്റെ പലക ആ ബെഞ്ച് കടന്ന് അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ നിന്നു. പിന്നെ തിരിഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് വന്ന് ആ ബെഞ്ചിൻ്റെ സൈഡിലാക്കിയിരുന്നു. ഒരു മുഷിഞ്ഞ ഗന്ധം പോലും ആ ശരീരത്തിൽ നിന്നുണ്ടായില്ല. പക്ഷേ ഒരു വിയർപ്പിൻ്റെ ഗന്ധം, അപ്പോൾ വീശിയടിച്ച ചൂടുള്ള കാറ്റിൽ നിന്ന് ഒരു വിയർപ്പിൻ്റെ ഗന്ധം നമ്മൾ അറിഞ്ഞു. അത് ഭസ്മത്തിൻ്റെ ഗന്ധമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവധൂതനായിട്ട് കരുതും. പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വിയർപ്പിൻ്റെ ഗന്ധം വന്നു. അത് മനുഷ്യൻ്റെ ഗന്ധം തന്നെയാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങി. എനിക്ക് അസ്വസ്ഥത തോന്നി. കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ, ലോകത്താരുമില്ല, അപരിചിതനായ ഒരാൾ വന്നൊരു ബെഞ്ചിലിരിക്കുന്നു. സന്ധ്യാസമയമാണ് എന്ന് പറഞ്ഞാൽ 7:30-8 മണി സമയമായിട്ട് പോലും റെയിൽവേ സ്റ്റേഷൻ ആരുമില്ലാത്തൊരു ഒഴിഞ്ഞ പറമ്പ്. നിങ്ങൾക്കതിൻ്റെ ചിത്രം കിട്ടുന്നത് നല്ലതായിരിക്കും. കാലഘട്ടം 2015 മുമ്പിലാണ്. ഇത് ഞാനിപ്പോൾ പറയാനുള്ളൊരു കാരണം കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വയം സംസാരിക്കുന്നതിന് ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം സ്വയം സംസാരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അതിന് മറ്റെന്തോ മറുപടി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോകാൻ എഴുന്നേറ്റപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു. സന്ധ്യയ്ക്ക് ആരുമില്ല. അപ്പോൾ എനിക്ക് ആ ചിരിയുടെ അർത്ഥം മനസ്സിലായി. ഞാൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്? അയാൾ പറഞ്ഞു, എങ്ങോട്ടും പോകാനില്ല, ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ്. ഇതാണ് എൻ്റെ ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിലാണ് നിങ്ങൾ വന്നിരുന്നത്. ഇതാണ് എൻ്റെ ദേശം. ആ ദേശത്താണ് നിങ്ങൾ വന്നത്. ഞാൻ ഈ ദേശത്തുള്ളവനും ഞാൻ എൻ്റെ ഇരിപ്പിടത്തിലുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളാണ് അപരിചിതൻ, ഞാൻ അപരിചിതനല്ല. ഞാൻ ഈ ദേശക്കാരൻ, നിങ്ങളാണ് ഈ ദേശം വിട്ട് ഇവിടെ വന്നത്. നിങ്ങൾ എങ്ങോട്ടോ പോകാൻ ഇവിടെ വന്നിരിക്കുന്നു. എനിക്ക് എങ്ങോട്ടും പോകാനില്ല. എനിക്കിവിടെ ഇരുന്നേ പറ്റൂ. കാരണം ഈ സ്ഥലം എന്നെ ഇവിടെ ബന്ധിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചതാണോ അതോ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഉൾക്കൊണ്ടതാണോ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞതാണോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. എനിക്ക് അയാളോടൊരു അടുപ്പം തോന്നി. എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളൊരു തിരഞ്ഞെടുത്ത പ്രേതഭൂമികയിലൂടെ എന്നുള്ള കഥകളിലൂടെയൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹിച്ച, ഇല്ലെങ്കിൽ ഞാൻ ചിന്തയിലൂടെ കണ്ടെത്തുന്ന ഇത്തരം കഥകളും അനുഭവങ്ങളുമൊക്കെ എനിക്ക് ആ മനുഷ്യനെ അടുത്തറിയണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, എന്താണ് പേരോ? പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അയാളൊരു അസാമാന്യമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. അയാൾ നോർമലായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ അയാളെ മുഷിഞ്ഞ വസ്ത്രത്തിൽ നിന്ന് ഉണ്ടാകാത്തൊരു ദുർഗന്ധം, അല്ലെങ്കിൽ മുഷിഞ്ഞ ഒരു ഭാണ്ഡക്കെട്ട്, ആ ഭാണ്ഡക്കെട്ടിൽ നിന്നുണ്ടാകാത്തൊരു ദുർഗന്ധം, ഇതൊക്കെ നമ്മുടെ ചില സൂചനകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, കുടുംബമൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ചു. ഇത് എൻ്റെ ചോദ്യമാണോ, എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ചോദിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഉത്തരവും എനിക്കറിയില്ല. നിങ്ങളിതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ് ഇതിൻ്റെ അടിയിൽ വന്ന അഭിപ്രായം എഴുതുന്നതിനെക്കുറിച്ച് എനിക്ക് ബോധമില്ല. ഞാൻ എടുക്കുന്നതേ ഇല്ല, എൻ്റെ ചിന്താധാരകളിലേ ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം എന്നോട് പറഞ്ഞു, കൈപ്പത്തി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി ഇങ്ങനെ എടുത്ത് കാണിച്ചു. നല്ല വീതിയും നീളവുമുള്ള കൈ. അപ്പോൾ ഞാൻ ചോദിച്ചു, കൈ നോക്കാൻ അറിയാമോ? അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് തലയാട്ടി, ഉണ്ടെന്നാണോ ഇല്ലയെന്നാണോ. അപ്പോൾ ഞാൻ എൻ്റെ കൈ ഒന്ന് നീട്ടിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഏറെ നേരം അദ്ദേഹം ഈ കൈയിലേക്ക് നോക്കിയിരുന്നിട്ട് മൂളി നീട്ടിപ്പിടിച്ചുള്ള മൂളൽ കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അതിനിടയിൽ അപ്പുറത്തെ ട്രാക്കിലൂടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ട്രെയിനുകൾ ഇങ്ങനെ 1-2 ട്രെയിനുകളും ഒരു ഗുഡ്സും ഒക്കെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കി, അകലെ നിന്നൊരു പോലീസുകാരൻ നടന്നു വരുന്നത് കണ്ടു. അദ്ദേഹം എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ആ പോലീസുകാരനെ ഭയന്നിട്ടാണോ എന്ന്. ആ പോലീസുകാരൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അദ്ദേഹം ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടിട്ടാണോ എന്നറിയില്ല. എൻ്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, എങ്ങോട്ട് പോകാനിരിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തേക്കാണ്. അതിന് അങ്ങോട്ട് ആ സ്റ്റേഷൻ്റെ അവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞു. അവിടേക്ക് വന്നിരിക്കുമോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വരാം, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. ഇതിവിടെ അത്ര നല്ല സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ അയാൾ അങ്ങ് തിരിച്ചുപോയി. ആ പോലീസുകാരൻ അങ്ങ് തിരിച്ചുപോയി. അയാൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ ഒരു ദുരൂഹത അവിടെ എന്നെ ചുമന്ന് നിൽക്കുന്നതായിട്ട് തോന്നുകയും എഴുന്നേറ്റ് മാറി നിന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോലീസുകാരൻ നോക്കുക പോലും ചെയ്തിട്ടില്ല. കുറേ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു, ഭ്രാന്തനാണല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു.
എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരാൾ, ഒരു ഭ്രാന്തനാണ്, ഒരു ഭ്രാന്തൻ മറ്റൊരു ഭ്രാന്താവസ്ഥയിലായി നിൽക്കുന്ന, ആത്മീയതയിൽ ഭ്രാന്തന്മാരുണ്ടാകും, പക്ഷേ ആത്മീയതയിൽ ഭ്രാന്തന്മാരുണ്ടാകും. ഭൗതികതയിൽ എന്ത് ഭ്രാന്ത്? ഭൗതികതയിൽ ഭ്രാന്തുണ്ടാവും. എങ്ങനെയാണ്? മദ്യത്തിനോടും മദ്രാശിയോടും സമ്പത്തിനോടും ഉണ്ടാകുന്ന അമിതമായ ഭ്രാന്ത്, ആ ഭ്രാന്ത് കൊണ്ട് പകയോടുള്ള ഭ്രാന്ത്, ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ, അതൊക്കെ ഭ്രാന്തായിട്ട് പറയും. പക്ഷേ ആത്മീയതയിൽ ഒരു ആത്മീയതയിൽ നിന്ന് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ജീവിതമായിട്ട് ബന്ധമില്ല നിൽക്കുന്ന, ബോധമില്ല എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരാൾ നമ്മളോട് ചോദിക്കുന്നു ഭ്രാന്താണല്ലേ എന്ന്. അതെ, ഭ്രാന്തായേക്കാം എന്ന് ഞാൻ മറുപടി പറഞ്ഞു അദ്ദേഹത്തിനോട്. ഇത് ഞാൻ ഇപ്പോഴും പറയാം, അദ്ദേഹം എന്നോട് ചോദിക്കുകയോ ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതുമായിട്ടുള്ളതൊക്കെ ഇപ്പോഴും എൻ്റെ സങ്കല്പത്തിൽ മാത്രമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നശിക്കും. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? എങ്ങനെയാണ് ഒരാളെ നശിക്കുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, നശിക്കുന്നത് പല വിധത്തിൽ നശിക്കാമല്ലോ. നമ്മൾ ആത്മീയമായി നശിക്കാം, ഭൗതികതയിലും നശിക്കാം. അപ്പോൾ എങ്ങനെയാണ് നശിക്കുന്നത്? നശിക്കുന്ന സർവം ഈ ശരീരം നശിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, ശരീരം തന്നെ നശിക്കുന്നതിനെയാണല്ലോ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആത്മബോധത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. ഒരു സാധാരണ മനുഷ്യനല്ല എൻ്റെ അടുത്തിരിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടി. പിന്നെ അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വീട്? എന്നോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നിങ്ങളോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കാരണം ഞാനും നിങ്ങളും ഒരു വഞ്ചിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ചോദിച്ചാൽ അതെങ്ങനെയാണ്? അതങ്ങനെയാണ്, ഒരേ വഞ്ചി, ഒരേ യാത്രക്കാർ. എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ കുടുംബജീവിതങ്ങളെല്ലാം ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയതാണല്ലോ. കാരണം നമുക്ക് ഒരു കാലം വരെ എല്ലാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവുകയാണെങ്കിലും ആ കുടുംബ ബന്ധത്തിൻ്റെ ഓർമ്മകളിൽ കെട്ടിപ്പിടിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നവരുണ്ട്, ഇല്ലേ? ഒരു വള്ളം നീന്തി പോകുമ്പോൾ വള്ളത്തിലൊരു ഓട്ട വീണ് വെള്ളം നിറണമെങ്കിൽ അത് കൈകൊണ്ട് അടയ്ക്കാൻ ശ്രമിക്കും. നമ്മൾ കാണുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് തോന്നും. TV കണ്ടും സിനിമ കണ്ടും പിള്ളേരെ വളർത്തിയും സ്വയം ജീവിക്കാതെയൊക്കെ ജീവിച്ചു തീർക്കുന്ന കുറേ മനുഷ്യരുടെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് അതെൻ്റെ കപടസന്യാസിയിൽ ഞാൻ പലവട്ടം മരണത്തിന് ശ്രമിച്ച ഒരാളാണ്, പലവട്ടം. പക്ഷേ ദൈവം കൊണ്ടുപോകില്ല. ദൈവം വിളിക്കുന്ന സമയത്തെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് കലടീച്ചറിൻ്റെ അമ്മ എന്നോട് പറയും. ദൈവം വിളിച്ചാലേ 100 വയസ്സിലാണ് മരിച്ചേ. ദൈവം വിളിച്ചാലേ സ്വാമി പോകാൻ പറ്റുള്ളൂ. ആ ദൈവം വിളിച്ച ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ ദുഃഖങ്ങളാണോ അനുഭവിക്കാനുള്ളത് അതെല്ലാം നമ്മൾ അനുഭവിക്കണം. സുഖമെന്ന് പറയുന്ന ജഡാവസ്ഥയാണെന്ന് ഞാൻ എപ്പോഴും പറയും. സുഖമെന്ന് പറയുന്ന അവസ്ഥ നിദ്രയിലോ അല്ലെങ്കിൽ ജഡമായിട്ട് കിടക്കുമ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ. നമുക്ക് ബന്ധുക്കൾ, ഞാൻ ചോദിച്ചു ബന്ധുക്കളായിട്ട് ആരുണ്ട്? ബന്ധുക്കൾ. അപ്പോഴും പൊട്ടിച്ചിരിച്ചു. ശത്രുക്കളാണ് ബന്ധുക്കൾ. ഇത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശ്രീമാൻ തമ്പി സാറിൻ്റെ ഒരു പാട്ടുണ്ട്, ബന്ധുക്കളാണ് ശത്രുക്കൾ, ബന്ധുക്കളില്ലെങ്കിൽ ശത്രുക്കളില്ല എന്ന് പറയുന്ന ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മളവിടെ കാണുകയാണ്. അത് കഴിഞ്ഞ് എനിക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ സംസാരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഫോട്ടോ എന്തിനാണ് ഫോട്ടോ? നേരിൽ കാണാവുന്ന 2 പേര് തമ്മിൽ നേരിട്ട് കാണാം, നേരിട്ട് സംസാരിക്കാൻ പറ്റും, നഗ്നനേത്രങ്ങളാൽ കാണാം. പിന്നെ എന്തിനാണ് ഫോട്ടോ? ഒരാൾ ഈ നിമിഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവൻ്റെ മനസ്സിൻ്റെ നിശ്ചലതയിൽ പടർന്ന് പന്തലിച്ച് അതിൽ തെളിയുന്നതാണ് ഫോട്ടോ. മറ്റേ ഫോട്ടോകളൊക്കെ യാന്ത്രികമാണ്. നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെടുമ്പോൾ, അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ രൂപം നഷ്ടപ്പെടും. പക്ഷേ മനസ്സിൽ പറയുന്ന ചിത്രങ്ങൾ മാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭ്രാന്തനെ പോലെ അലിഞ്ഞു നടക്കുന്ന ഒരാൾ, അയാൾ ഭ്രാന്തനെ പോലെ ജീവിക്കാൻ തുടങ്ങുന്ന മറ്റൊരാളോട് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കാലം നമുക്ക് പകർന്നു തരുന്നൊരു കാര്യമാണ്. അത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കാന്തല്ലൂരിൽ ഒരു ആശ്രമമുണ്ട്. താങ്കൾ എവിടെ താമസിക്കുന്നു? അതിന് ഉത്തരമില്ല, ഒരു ചിരിയാണ്. ഞാൻ പറഞ്ഞു, കാന്തല്ലൂരിൽ എനിക്കൊരു ആശ്രമമുണ്ട്, എൻ്റെ കൂടെ അവിടെ വരാമോ? ഞാനവിടെ ഒറ്റയ്ക്കാണ്, അവിടെ വന്ന് എൻ്റെ കൂടെ താമസിക്കാം. അവിടെ താമസം. അതും ചിരിച്ചു. ഓരോ ചിരിക്കും, അവധൂതന്മാരുടെ ഓരോ ചിരിക്കും ഒരു ആശ്രയമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു ഇത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത്, അപ്പം ഞാൻ ചോദിച്ചു, വിവാഹം കഴിച്ചിട്ടുണ്ടോ? വിവാഹം കഴിച്ചിട്ടുണ്ട്. സന്താനങ്ങളുണ്ടോ? സന്താനങ്ങളുണ്ട്. അവരൊക്കെ എവിടെയാണ്? കൈമലത്തിൽ കാണിച്ചു. അറിയാൻ വയ്യ. അവരേത് ജന്മത്തിലുള്ളതാണെന്ന് അറിയാൻ വയ്യ. ഈ ജന്മത്തിൽ എവിടെയാണെന്നും അറിയാൻ വയ്യ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ ഉണ്ടെന്ന് ഉത്തരം മാത്രമേ പറയുള്ളൂ. ഇല്ല എന്നുള്ള ഉത്തരം എൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തുണ്ടാവില്ല. അപ്പോൾ എന്നെ കാലം പഠിപ്പിക്കുന്നതാണോ ഇത് മനുഷ്യൻ തന്നെയാണോ? അത് അവധൂതനാണോ? അല്ലെങ്കിൽ രാത്രികളിൽ സഞ്ചരിക്കുന്ന വല്ല പ്രേതമായിട്ട് സഞ്ചരിക്കുന്ന മരണാനന്തര ശേഷം എന്നെപ്പോലുള്ള പ്രേതസഞ്ചാരികൾക്ക് തോന്നുന്ന വല്ല രൂപമാണോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ
ഗന്ധമില്ലാത്ത, സുഗന്ധമില്ലാത്ത, ദുർഗന്ധമില്ലാത്ത ഒരു രൂപം എൻ്റെ മുമ്പിലിരിക്കുന്നു. അയാളുടെ നീണ്ട നാസികയും വലിയ ചെറിയും കഴുത്തോളം വളർന്നിട്ട നീണ്ട മുടിയും. ഇതെൻ്റെ മനസ്സിനെ, എനിക്ക് അയാളോട് തോന്നുന്ന ഒരു അടുപ്പം, അയാളോട് തോന്നിയ ഒരു അടുപ്പം ഇന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്തൊരു കഥാപാത്രം. ഇതുപോലെയാണ് എനിക്ക് ദിഗംബരനെ ധനുഷ്കോടിയിൽ വെച്ച് കണ്ടത്. കാറ്റാടി മരങ്ങൾക്കിടയിൽ ധനുഷ്കോടി, രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പോകുമ്പം കാറ്റാടി മരങ്ങൾ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ പഴയ പൈപ്പ് കുഴലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് കിടക്കുന്നതായിരുന്നു. ഒരു അവധൂതൻ ഇങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷനാണ്, വന്ന് മറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാനവിടെ ഓട്ടോറിക്ഷത്തെ ഇറങ്ങി. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, സാറേ ഇവിടെ നിന്ന് ഈ സമയത്തൊക്കെ ഇറങ്ങേണ്ട സ്വാമി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അന്ന് സ്വാമി ആയിട്ടില്ല. നോക്കുമ്പോൾ ഒരു വലിയ അവിടെ ഈ ജലമൊക്കെ കടന്നു പോകുമ്പോൾ വലിയൊരു ഇതുണ്ടല്ലോ, കുഴൽ, അതിനകത്തൊരാൾ 2 കാലും പൊക്കി വെച്ച് തല കീഴായിട്ടിരിക്കുന്നു. അവനാണ് എൻ്റെ ദിഗംബരൻ. എനിക്ക് തോന്നിയതുപോലെ ഇത്തരത്തിലുള്ള അവധൂതന്മാരെ കാണാൻ കഴിയാവുന്ന ഇത്തരത്തിലുള്ള സാന്നിധ്യ ശക്തികളെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു അത്ഭുതം എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. ഇത് ആരും വിശ്വസിക്കത്തില്ല. എന്തായാലും ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങളിവിടെ ഇരിക്കണ്ട, നിങ്ങൾ പോകൂ. അപ്പം ഞാൻ ചോദിച്ചാൽ, എന്താ ഞാനിവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. എന്താ, ഞാൻ അടുത്ത ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കാനായിട്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അടുത്ത വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, കാരണം നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകൂ, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അപകടം ചെയ്യും. അടുത്ത ട്രെയിനിൻ്റെ മുമ്പിൽ ഞാൻ ചാടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഭയന്നു. ഇപ്പോഴാണെങ്കിൽ ഭയക്കുന്നില്ല, കാരണം എനിക്കതിൻ്റെ ആന്തരികമായിട്ടുള്ള വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ പിന്നെ പുള്ളി പല്ലുകൾ നിറുമുന്ന ശബ്ദവും അവൾ എന്ന് മാത്രം പറഞ്ഞു. അവളുണ്ടല്ലോ, അവൾ പിശാചാണ്, അവൾ മനുഷ്യ സ്ത്രീയല്ല, അവളൊരു പിശാചാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് സ്ത്രീകളെക്കുറിച്ച് അറിയോ? ഞാൻ പറഞ്ഞു, കുറച്ചറിയാം. കുറച്ചല്ല, സ്ത്രീകളെക്കുറിച്ച് അറിയണം. സ്ത്രീകളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഭൗതികതയിൽ ഞെട്ടറ്റ് വീഴുന്ന പൂക്കൾ കത്തിക്കരിഞ്ഞ് ഭൂമിയിൽ ലയിച്ച് മറ്റും സുഗന്ധമുള്ള മറ്റൊരു പൂവായിട്ട് ജനിക്കും. അതിന് മുള്ളുകൾ കൂടുതലായിരിക്കും. മുള്ളുകൾ കൂടുതലുള്ള പൂവ് വേദന അനുഭവിച്ചവരാണ്. അതിന് ഏറ്റവും മുകളിൽ മാത്രമേ പൂക്കൾ കാണുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അടുത്ത ട്രെയിനിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, അടുത്ത ട്രെയിനിന് മുമ്പിൽ ഇദ്ദേഹം ചാടി മരിക്കും. ഞാൻ അദ്ദേഹത്തിനോട് കുറച്ചുകൂടി അടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്ന് സ്പർശിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെനിക്ക് സാധിച്ചില്ല. എൻ്റെ കൈകൾ വിറയ്ക്കുകയാണ്. ഇത് കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. ഇതെൻ്റെ തോന്നലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നോ ആണെന്നോ ഞാൻ പറയില്ല. എന്തായാലും ട്രെയിൻ വരുന്നതിന് മുമ്പ് എനിക്ക് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നി. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കാൻ നടന്നു. കുറച്ച് ദൂരം പോയിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നി. പക്ഷേ എൻ്റെ മനസ്സതിനെ അനുവദിച്ചില്ല. ഞാൻ നടന്ന് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ദൂരെ ഇരമ്പലുകൾ കേൾക്കുന്നു. റോഡിനപ്പുറത്ത്, പാളത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ബസ്സുകൾ കടന്നു പോകുന്ന, ഇടയ്ക്കിടെ കാറുകൾ കടന്നു പോകുന്നത് കേൾക്കാം. എപ്പോഴാണ് അടുത്ത ട്രെയിനെന്ന് എനിക്കറിയില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, റെയിൽവേ സ്റ്റേഷൻ സാർ, തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്കൽ ട്രെയിൻ വല്ലതുമുണ്ടോ? ഇന്ന് ഞാൻ ലോക്കൽ ട്രെയിൻ ഇല്ലല്ലോ. അല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ഏത് ട്രെയിന്? നിങ്ങൾക്ക് എങ്ങോട്ട് പോകാനാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് അടുത്ത ഇന്ന സ്ഥലത്തേക്ക് പോകാനാണ്. ഒരു വണ്ടി വരും, അത് ഇത്തിരി ലേറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി. ഞാൻ ആ പോലീസുകാരനോട് അടുത്ത് ചെന്നപ്പോൾ പോലീസുകാരൻ അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സാർ, താങ്കൾ അവിടെ വന്നപ്പോൾ അവിടെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അനന്തഭദ്രം എന്ന് പറയുന്ന അനന്തഭദ്രം സിനിമ അത് എഴുതിയ ആളാണ്. ഇരിക്കി. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി എന്ന് പറഞ്ഞു. എന്തോ ആണെന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ അയാളെ. ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇല്ല സാർ വന്നപ്പോൾ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ട് മാറി നിന്നു എഴുന്നേറ്റ്. ഇല്ല, അവിടെ ആരുമില്ല. പറഞ്ഞു, സാർ, ഇങ്ങനെ ഒരാൾ അടുത്ത തീവണ്ടിയുടെ മുമ്പിൽ, അടുത്ത ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുന്ന ഒരാൾ പറഞ്ഞു എന്ന്. പുള്ളി ചിരിച്ചിട്ട് തൊപ്പി ഒരു തല ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ഇത് ചില ദിവസങ്ങളിലുണ്ടാകും. ഇതൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരാൾ അന്ന് തീവണ്ടി മുമ്പിൽ ചാടി മരിച്ചു. എനിക്ക് തോന്നുന്നത് ദിവസം വല്ലതുമായിരിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഇത് ഒരുപാട് പേര് ഇവിടെ വന്നൊരു കഥയാണ്. ഇതുപോലെ ആ തീവണ്ടിയുടെ മുമ്പിൽ, അടുത്ത തീവണ്ടിക്ക് ചാടി മരിക്കും എന്ന് പറയുന്ന ഒരാൾ, അതാരാണോ എന്താണോ എന്നറിയത്തില്ല, പക്ഷേ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. അയാൾ തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടു എന്നുള്ളത് സത്യമായിരിക്കും, ഇല്ലെങ്കിൽ എഴുതുന്ന ആളായിട്ട് നിങ്ങൾക്ക് തോന്നലായിരിക്കും. എന്തായാലും ഞാനത് കണ്ടിട്ടില്ല. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ആന്തരികമായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എന്തോ ഒരു സത്യത്തിൻ്റെ ഉറവിടം അതിനകത്തില്ലേ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അപരിചിതമായിട്ടുള്ള മനുഷ്യർ അടുത്ത് വന്നിരിക്കുമ്പോഴും, അർദ്ധരാത്രികൾ സഞ്ചരിക്കുമ്പോഴും കഴിയുന്നതും അങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കുന്നതും അപരിചിതരെ തിരിച്ചറിയുന്നതും വളരെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.